ദൈവത്തിൻ്റെ ധന്യനാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ വന്ദനം പ്രാരംഭമായി അറിയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങളും ആത്മീക കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്ത് ദൈവം ധാരാളമായി നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകലിൽ നമ്മളോടൊന്നിച്ച് കോട്ടയത്തു നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ നിബു ഫ്രം കോട്ടയം. ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ കർത്തുദാസനെ, പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട് കർത്തുദാസനെ വിശേഷങ്ങൾ? ദൈവത്തിന്റെ കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. കോട്ടയത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രവർത്തനങ്ങളൊക്കെ നന്നായി പോകുന്നു? അതെ, സഭയുടെ പ്രവർത്തനമൊക്കെ അനുഗ്രഹമായിട്ട് പോകുന്നു. ഓക്കെ, കുഞ്ഞുങ്ങളുമായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവം കുഞ്ഞുങ്ങൾക്ക് എന്തോ പ്രത്യേകമായ ടാലൻറ്റുകളൊക്കെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങളെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസന് ഞങ്ങൾ അനുവദിക്കുകയാണ്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ജീവിതാനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനുള്ള സമയമാണ്. ബാല്യകാലം മുതലുള്ള കർത്താവിന് വേണ്ടി നിന്നത്, ജീവിതത്തിൽ ചെയ്ത എല്ലാ ആത്മീക കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രത്യേകിച്ചും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും ഉള്ള പ്രത്യേകമായ നന്ദി പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടക്കത്തില് പ്രാരംഭ സമയം കുഞ്ഞുങ്ങൾ പാട്ട് പാടും. അതിനുശേഷം സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ,
അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന കർത്താവിന്റെ തന്നെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപദേശി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പ്രാരംഭ സമയങ്ങളിൽ വിശ്വാസത്തിലേക്ക് വരുന്ന പ്രാരംഭ സമയങ്ങളിൽ ഒരുപാട് എതിർപ്പുകളും പ്രതിസന്ധികളുമെല്ലാം നേരിടുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ എൻ്റെ അമ്മയാണ് ആദ്യം വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നത്. എൻ്റെ ശൈശവകാലം ഒക്കെ പറയുമ്പോൾ ഞങ്ങള് 2 ആൺമക്കളാണ്. ഞങ്ങള് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ആ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് നയിപ്പാനായിട്ടിടയായി തീർന്നു. എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ മദ്യത്തിനടിമയായതുകൊണ്ട് ആ ഒരു വീട്ടിലൊരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ വളർന്നു വരുന്ന ആ ഒരു സമയത്ത് പപ്പയുടെ മദ്യപാനം അത് ഞങ്ങളുടെ കുടുംബത്തെ അത് വളരെയധികം സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കി. ഉള്ള സമ്പത്തൊക്കെ നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. അതിനുശേഷം എൻ്റെ ജ്യേഷ്ഠനും പിന്നീട് ആ ഒരു മദ്യപാനിയായി തീരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ വീട്ടിലെ സമാധാനം ഒന്നും കൂടെ അധികമായി നഷ്ടപ്പെടുവാനായിട്ടിടയായിട്ട്, അപ്പോൾ ഒരു മദ്യപാനിയുടെ ഭവനം എപ്രകാരം ഒരു സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ടായിരിക്കുന്നുവോ ആ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഒക്കെ നീങ്ങുവാനായിട്ടിടയായിട്ടുണ്ട്. എന്നാൽ അതിന്റെ നടുവിലാണ് കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ തേടിയെത്തുവാനായിട്ടിടയായിട്ട്. മാതാവിന് ചെറുപ്പം മുതലേ യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊന്നും പോകാറില്ലായിരുന്നു. എങ്കിലും ചെറുപ്പം മുതൽ തന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാതാവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന ആ സമയത്താണ് മാതാവിനോട് നമ്മുടെ അടുത്തുള്ളതായ ഒരു കുടുംബം യേശുവിനെ കുറിച്ചുള്ളതായ സുവിശേഷം കൂടുതലായി പറയുകയും മാത്രമല്ല ജ്യേഷ്ഠൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതായിട്ട് അവരൊരു ദർശനം കണ്ടതായിട്ട് മാതാവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ആ ആഴ്ചയിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഭവനത്തിലുണ്ടായി. ഒരു ചെറിയ ഒരു നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ ജ്യേഷ്ഠൻ വീടിന്റെ വെളിയിലുള്ള ഒരു മരത്തിൽ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. രാത്രിയായപ്പോൾ അർദ്ധരാത്രിയില് പപ്പയുടെ മാതാവ് ജ്യേഷ്ഠന്റെ മുറിയിൽ നോക്കിയപ്പോൾ കാണാതെ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കാണുന്നത് മരത്തിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉടനെ മാതാവ് നിലവിളിക്കുകയും ഞങ്ങളെല്ലാം ഓടി ചെല്ലുകയും ചെയ്തു. അങ്ങനെ ശബ്ദം കേട്ട് ചുറ്റുപാടുമുള്ള ചില ആളുകളും ഓടിക്കൂടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അപ്രകാരം ആളുകൾ ഓടിക്കൂടി വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ജ്യേഷ്ഠന്റെ പപ്പ കാലെ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി നിർത്തി. ഞാനും ആ മരത്തിൽ കയറി ഈ കെട്ടഴിച്ച് താഴെ ഇറക്കി നിലത്ത് കിടത്തി. ആദ്യം ശ്വാസം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. എന്നാൽ പിന്നീട് ശ്വാസം എടുക്കാൻ തുടങ്ങി. താൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. കർത്താവ് അവിടെ ഒരു വലിയ വിടുതൽ നൽകുവാനായിട്ടിടയായി തീർന്നു. അന്ന് മരണത്തിന്റെ വക്കിൽ നിന്ന് തന്നെ രക്ഷിച്ചു. അത് മാതാവില് കൂടുതൽ യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമായി തീർന്നു. പിന്നീട് ജ്യേഷ്ഠന് ഈ തൂങ്ങിയതിൻ്റെതായ നിമിത്തം തൻ്റെ പെടലിൽ ഞരമ്പിന് ക്ഷതം സംഭവിച്ചിട്ട് താൻ ഫിക്സ് വന്ന് വീഴുന്നത് പോലെ ഉള്ള പ്രയാസത്തിലൂടെ താൻ കടന്നു.
അങ്ങനെ ആ പ്രയാസം അതിന് കുറച്ച് നാള് ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നാൽ ഒരു പൂർണ്ണമായ ഒരു സൗഖ്യം അതിലൂടെ ലഭിച്ചില്ല. അങ്ങനെ ആ സൗഖ്യം ലഭിക്കാതിരുന്നപ്പോ മാതാവ് ഒരു പ്രാർത്ഥനയിൽ ഇവിടെ കോട്ടയത്ത് തന്നെ ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ചർച്ച് ബോർഡിന്റെ ഒരു പ്രാർത്ഥനാലയമുണ്ട്. അവിടെ കഥാവരദാസൻ പാസ്റ്റർ CT ജോസഫും അതുപോലെ തന്നെ മോളമ്മ ആന്റിയും അവര് ആയിരിക്കുന്ന ആ സഭയിൽ അവിടെ ചെന്ന് അവിടെ പ്രാർത്ഥിക്കുവാനിടയായി. അന്ന് ആ പ്രാർത്ഥനയിൽ ജ്യേഷ്ഠന് സൗഖ്യം ലഭിച്ചു. മാതാവിന് അത് കൂടുതൽ വിശ്വാസമായി തീർന്നു. അതിനുശേഷം മാതാവ് പ്രാർത്ഥനയ്ക്ക് കൂടുതലായി തുടർമാനമായി പോകുവാനൊക്കെ ആരംഭിച്ചു. എന്നാൽ പപ്പയുടെ മദ്യപാനം അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും കുടുംബത്തില് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് കുറച്ച് ദിവസമൊക്കെ മാതാവിനോടൊപ്പം ജ്യേഷ്ഠനും പ്രാർത്ഥനയ്ക്കൊക്കെ പോയെങ്കിലും പിന്നീട് വീണ്ടും താനും പിന്നെയും മദ്യത്തിന് അടിമയാകുവാനായിട്ടിടയായി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് കടന്നുപോയി. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ബന്ധുക്കളുമൊക്കെ പ്രാർത്ഥനയ്ക്ക് എതിരായിട്ട് സംസാരിച്ചു. പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ പോകാൻ അനുവദിക്കാത്ത അല്ലെങ്കിൽ മാതാവിനെ ഒക്കെ വിലക്കുവാനിടയായി തീർന്നുവെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മാതാവ് പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. അങ്ങനെ വീണ്ടും ജ്യേഷ്ഠൻ ഇതുപോലെ മദ്യത്തിന് അടിമയായി കഴിഞ്ഞപ്പോ ഒരു ദിവസം ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വീണ്ടും ആ ഇല്ലിക്കലുള്ളതായ ആ ദൈവസഭയിലേക്ക് മാതാവ് എന്നെയും ജ്യേഷ്ഠനെയും കൂട്ടി കടന്നുപോയി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രാർത്ഥനാലയത്തിൽ കടന്നു ചെല്ലുന്നത്. വാസ്തവത്തില് അന്ന് പ്രാർത്ഥനയോട് ഉള്ള ഒരു അനുഭാവത്തോടു കൂടിയല്ല ഞാൻ പോയത്. ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ എന്ന് കരുതി മാത്രമാണ് പോയത്. അന്ന് അവിടെ വെച്ച് കർത്താവരദാസൻ പങ്കുവയ്ക്കുവാനായിട്ടിടയായി. ആ രക്ഷയുടെ സന്ദേശം പറഞ്ഞപ്പോൾ അത് പൂർണ്ണ അളവിൽ അത് വിശ്വസിച്ചില്ല. അല്ലെങ്കിൽ റോമലേഖനം 10:9 പറയുന്ന പോലെ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നുള്ളതായ ആ വചനത്തെയൊക്കെ ആധാരമാക്കി സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. എന്നാൽ അന്ന് സംഭവിച്ചത് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ എങ്കിൽ രക്ഷാവാചകം പറഞ്ഞു തരാമെന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും അന്ന് അവര് പറയുമ്പോൾ അതിനെ എങ്ങനെ എതിർക്കുന്നത് എന്ന് കരുതി അന്ന് ഞാൻ യേശുവിനെ രക്ഷകനായി വായ കൊണ്ട് ഏറ്റുപറഞ്ഞു. വാസ്തവത്തിൽ അന്ന് സംഭവിച്ചത് ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെയാണ് വായ കൊണ്ട് ഏറ്റുപറഞ്ഞു. എങ്കിലും ദൈവം അത് അംഗീകരിച്ചു. കാരണം പിന്നത്തേതിൽ അവനെ കർത്താവിനെ കൂടുതൽ അറിയുവാനും ക്രിസ്തുവിലാകുവാനുമുള്ള ഭാഗ്യം കർത്താവ് നൽകി തന്നു. അന്ന് അങ്ങനെ യേശുവിന് രക്ഷകനായി വായ കൊണ്ട് ഏറ്റുപറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഞങ്ങൾ ആലയത്തിൽ നിന്ന് കടന്നു പോകുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ഒരു പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ അവിടെ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ കിടന്നു. ആ കിടന്ന സമയത്ത് ചില ആളുകൾ ട്രാക്ട് വിതരണത്തിനായിട്ട് ഹോസ്പിറ്റൽ മിനിസ്റ്റർ ചെയ്യുന്ന ആളുകൾ അവിടെ കടന്നു വന്നു. അങ്ങനെ ആ സമയത്താണ് ഒരു താല്പര്യത്തോടു കൂടി ഞാൻ ദൈവവചനം ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധയോടെ ഒരു താല്പര്യത്തോടു കൂടി ആ ട്രാക്റ്റുകൾ വായിക്കുന്നത്. അങ്ങനെ യേശുവിലുള്ള ഒരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ഉടലെടുക്കാനിടയായി. അന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു തീരുമാനമെടുത്തു. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി ഭവനത്തിൽ വന്നാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും എന്നുള്ള ഒരു തീരുമാനം ആ ഹോസ്പിറ്റലിൽ വെച്ച് എടുക്കുവാനിടയായി. അങ്ങനെ അതിനുശേഷം ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് അമ്മയോടൊപ്പം കടന്നുപോയത്. അങ്ങനെ ഞാനും അമ്മയും പ്രാർത്ഥനയ്ക്ക് പോകുവാനായിട്ട് തുടങ്ങി. ചില സമയങ്ങളിലൊക്കെ ജ്യേഷ്ഠൻ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ പിന്നത്തേതിൽ പപ്പായുടെ മദ്യപാനം വർദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം പപ്പയും ഇതുപോലെ രോഗിയായി കിടപ്പിലായ സമയത്ത് മാതാവ് പപ്പയോട് ചോദിച്ചു, ഇതുപോലെ സഭയിൽ നിന്ന് പാസ്റ്ററെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് മേലാതെ കിടന്നതുകൊണ്ട് എതിർപ്പൊന്നും പറഞ്ഞില്ല, വിളിക്കാനും പറഞ്ഞില്ല, വിളിക്കണ്ടെന്നും പറഞ്ഞില്ല. ആ സമയത്ത് പിന്നെ അമ്മ ചർച്ചിൽ നിന്ന് പാസ്റ്ററെ വിളിച്ചു. അങ്ങനെ വിളിച്ച് പാസ്റ്റർ വീട്ടിൽ വന്നു, പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് പപ്പായ്ക്ക് ഒരു സൗഖ്യം ലഭിക്കാനിടയായി. അങ്ങനെ ആ സൗഖ്യം ലഭിച്ച്
പപ്പായും ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പപ്പയും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ഞങ്ങൾക്കെതിരായി മാറി. അവര് ഇതുപോലെ ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും ഇതിനോട് എതിരായിട്ട് അവര് ജ്യേഷ്ഠനോട് പറഞ്ഞു, നീ അവരെ പ്രാർത്ഥനയ്ക്ക് വിടരുത് എന്ന് പറഞ്ഞ് വിലക്കി. അങ്ങനെ വിലക്കി കഴിഞ്ഞ് അവരോട് അങ്ങനെ അതിനുശേഷം ജ്യേഷ്ഠൻ ഞങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് തടസ്സം നിൽക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജ്യേഷ്ഠന് മദ്യം വാങ്ങിച്ചു കൊടുത്ത് ജ്യേഷ്ഠനെ കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ വരെ ഉണ്ടായി. അങ്ങനെയായി ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് പോകാൻ അനുവദിക്കാതെ ഞങ്ങളെ തടഞ്ഞു നിർത്തിയ അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അതിന്റെ പേരിൽ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോ വചനം പറയുന്നത് പോലെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. വാസ്തവത്തിൽ അന്ന് ഒരുപാട് കഷ്ടം സഹിപ്പാനായിട്ടിടയായി, ഒരുപാട് ഉപദ്രവം ഏൽക്കേണ്ടതായിട്ട് വന്നു, ഒരുപാട് അടികൊള്ളേണ്ടതായിട്ട് വന്നു. അതൊക്കെയും മറ്റൊരു കുറ്റം ചെയ്തിട്ടല്ല അവിടെ സംഭവിച്ചത്. വാസ്തവത്തില് കർത്താവിനെ അറിഞ്ഞത് നിമിത്തം, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന്റെ നിമിത്തം, യേശുവിനെ അനുഗമിക്കുന്നതിന്റെ നിമിത്തമാണ് അന്ന് ഇതുപോലുള്ളതായ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നത്. എന്നാല് അവിടെയെല്ലാം ഇപ്പൊ നേരത്തെ പ്രാരംഭത്തിൽ വായിച്ച വചനം പോലെ ആമേൻ, കർത്താവ് ഞങ്ങളെ നിർത്തുവാനിടയായി. ദേവദാസനെ, ഞങ്ങൾ പറഞ്ഞു കർത്താവിന് വേണ്ടി അനുഭവിച്ചതായ ഒന്ന് രണ്ട് അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ നമ്മുടെ ഓഡിയൻസിന്റെ അറിവിലേക്ക്, തീർച്ചയായും ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവിന് വേണ്ടി അനുഭവിച്ച ഒന്ന് രണ്ട് ത്യാഗങ്ങളെ കുറിച്ച് ഒന്ന് വിശദമായി സംസാരിച്ചാൽ? തീർച്ചയായും. ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഇത് വളരെ എതിരായിട്ട് നിന്നു എന്ന് പറയുവാനിടയായിരുന്നു. ഒരു ദിവസം ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് കടന്നു പോയിട്ട് മടങ്ങി വരുമ്പോൾ നിങ്ങളവിടെ പോയതാണെന്ന് ജ്യേഷ്ഠൻ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയതാണ്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പ്രാർത്ഥനയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞ് വളരെ ക്രൂരമായിട്ട് മാതാവിനെയും പിതാവിനെയും തല്ലുവാനായിട്ട് തുടങ്ങി. എന്നെയും ഒരുപാട് ഉപദ്രവിച്ചു. അതുപോലെ തന്നെ മറ്റൊരു അവസരത്തില് അമ്മ പകലൊന്നും പ്രാർത്ഥിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അർദ്ധരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ജ്യേഷ്ഠൻ എഴുന്നേറ്റ് വന്നു. മാതാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അങ്ങനെ മുടിക്കുത്തിന് പിടിച്ച് ഭിത്തിയിലിട്ട് ഇടിച്ചിട്ട് പറഞ്ഞു, ഓം നമ ശിവായ എന്ന് പറയാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ അന്യദേവന്റെ നാമം നാവിലെടുക്കത്തില്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ചു പറയുവാനിടയായി. ആ അവസരത്തിൽ വീണ്ടും മാതാവിനെ ഉപദ്രവിച്ചു. എന്നാൽ ആ സമയത്തൊന്നും ആമേൻ കർത്താവിനെ തള്ളി പറയാതെ, കർത്താവിൽ നിന്നും പിന്നോട്ട് പോകാതെ, മരിക്കേണ്ടി വന്നാലും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ആമേൻ പറഞ്ഞ് ധൈര്യത്തോടെ നിൽക്കുവാനായിട്ടിടയായി തീർന്നു. വാസ്തവത്തില് തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടിടയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരവസരത്തില് ഇതുപോലെ വീണ്ടും കുറച്ചു നാൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകും. എന്നാൽ പിന്നീട് അല്പം ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോകുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വന്ന ഒരു ദിവസം ഇതുപോലെ വീണ്ടും വളരെ ഉപദ്രവിച്ചു. ഒരു ദിവസം ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം വീട്ടിൽ കയറി വന്ന് വളരെ പ്രശ്നമുണ്ടാക്കി. ആ സമയത്തും ഞങ്ങളെ അടിക്കുകയും ഇനി പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ അവിടെയും കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ട് ആമേൻ കർത്താവ് ധൈര്യം നൽകി. പിന്നെയും ആമേൻ കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് കൃപ നൽകി. പുറകോട്ട് പോകാതെ നിൽപ്പാൻ കർത്താവ് കൃപ നൽകി. ഇനിയെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളെ അലട്ടുവാനായിട്ട് ആമേൻ നമ്മളെ പുറകോട്ട് പിടിക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ആമേൻ അവിടെ നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. പത്രോസൊക്കെ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ആമേൻ അവസ്ഥയുണ്ടെങ്കിലും പിന്നത്തേതിൽ ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ അവർ യഹൂദന്മാരുടെ മുമ്പിൽ ആമേൻ നിങ്ങൾ ക്രൂശിച്ചു വന്നവനായ ഈ യേശുവിനെ തന്നെയാണ്
ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്നുള്ളതായ ആ വാചകങ്ങൾ അവരുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ പത്രോസിലൊക്കെ വ്യാപരിച്ചൊരു ധൈര്യം. കാരണം അത് അവര് പ്രാപിച്ചതായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി. ആയതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ സഭയിൽ കടന്നു പോകുമ്പോൾ അവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഞങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടുവാനിടയായി. അതുകൊണ്ട് തീർച്ചയായും മനസ്സിലാകുന്നു, ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുവാനിടയായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിൽക്കുവാൻ കർത്താവ് കൃപ നൽകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ബന്ധുക്കളൊക്കെ വന്ന് വീട്ടിൽ കയറി വന്ന് നിൽക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ഞങ്ങളുടെ ഒരു അങ്കിള് ഷാജി എന്ന് പറയുന്ന അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹം ഭവനത്തിൽ കടന്നു വന്നപ്പോ അദ്ദേഹം വന്ന വിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇവര് ഉപദ്രവിച്ചു. അങ്ങനെ പെന്തക്കോസ്ത് സമൂഹത്തോട് തന്നെ മൊത്തത്തിൽ വളരെ എതിർപ്പായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നിൽപ്പാനായിട്ട് കൃപ നൽകി ഞങ്ങളെ വിളിച്ച് ദൈവം വേർതിരിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ സ്തോത്രം. മറ്റൊരു അവസരത്തിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് പോയതിന്റെ പേരിൽ ജ്യേഷ്ഠൻ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് എന്റെ നേരെ എന്നെ കൊല്ലാനായിട്ട് വന്നു, കൊല്ലുമെന്ന് പറഞ്ഞു വന്നു. അപ്പൊ അമ്മയും പപ്പായും പറഞ്ഞു, നീ എങ്ങോട്ടേലും ഇറങ്ങി പോകോളം പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തൊഴുക്കി പോയി. ആ സമയത്ത് അമ്മയും പപ്പായെയും ഒരുപാട് ഉപദ്രവിച്ചു. വളരെ അവര് തല്ലുകൊണ്ട് അവശരായി. അമ്മയെ തള്ളിയിട്ട സമയത്ത് ഒരു വീടിന്റെ വെളിയിൽ ഒരു കുറ്റിയുടെ പുറത്തേക്ക് മറിഞ്ഞു വീണു. അങ്ങനെ കാല് ആഴത്തിൽ മുറിവേറ്റു. അതിനുശേഷം മാതാവിനെയും പിതാവിനെയും അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ച ശേഷം ചർച്ചിലേക്ക്, പാസ്റ്ററെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇല്ലിക്കലുള്ള ചർച്ചിലേക്ക് കടന്നുപോയി. അന്ന് ആ ചർച്ചിലേക്ക് ഒരു കത്തിയുമൊക്കെ ആയിട്ടാണ് കടന്നുപോയത്. മുളക് പൊടി പൈപ്പിനകത്താക്കി മുളക് പൊടിയും അതുപോലെ കത്തിയും ഒക്കെ ആയിട്ട് അവരെ ഉപദ്രവിക്കുവാനായിട്ട് കടന്നുപോയി. ആ സമയത്ത് ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇതുപോലെ അമ്മയ്ക്കും പപ്പായ്ക്കും തീരെ വയ്യ, അവരെ വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ പെട്ടെന്ന് ഞങ്ങളുടെ അന്ന് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അതിൽ കയറ്റി. അന്ന് ആ ഓട്ടോറിക്ഷ എല്ലാം മറച്ചിട്ടിട്ടാണ് വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ചർച്ചിലേക്ക് പോയത്. അത് ഓർത്തെടുത്ത് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുപോയി. അന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മയുടെ കാലിന്റെ സ്റ്റിച്ചൊക്കെ ഇട്ടു. അങ്ങനെ സ്റ്റിച്ചിട്ട ശേഷം വീട്ടിലേക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇതുപോലെ പോലീസ് കേസൊക്കെ ആവുന്നത് കൊണ്ട് അഡ്മിറ്റ് ചെയ്യണ്ട, ഞങ്ങള് വീട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞ് അത് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ എങ്ങനെ വീട്ടിലോട്ട് പോകും? വീട്ടിൽ വന്നാലത്തെ സ്ഥിതി ഇതായതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു. ഞാൻ പാസ്റ്ററെ വിളിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ചർച്ചിലോട്ടും വരണ്ട, കാരണം ഇപ്പോൾ ജ്യേഷ്ഠൻ ഇപ്പോൾ ചർച്ചിലുണ്ട്, അതുകൊണ്ട് ചർച്ചിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ മറ്റൊരു വിശ്വാസികളുടെ ഒരു ഭവനത്തിലേക്ക് പോകാനായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അന്ന് സണ്ണിച്ചാൻ എന്ന് പറയുന്ന ഓമന ആന്റി അവരുടെ ആ ഒരു ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അന്ന് രാത്രിയിൽ അവിടെ വിശ്രമിച്ചു. അതിനുശേഷം അന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അതിനടുത്തുള്ളതായ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അമ്മയും പപ്പായെയും അഡ്മിറ്റ് ചെയ്തു. അവരോടൊപ്പം ഞാനും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അവിടെ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുത്തു, എന്തായാലും ഞങ്ങൾ അറിഞ്ഞ ഈ സത്യത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ടില്ല, ഈ യേശുവിനെ വിട്ട് ഞങ്ങൾ ഒരിക്കലും ഇനി പിന്മാറത്തില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമെടുത്തു. അതുകൊണ്ട് വീട് വിടേണ്ടി വന്നാലും എന്തൊക്കെ ത്യജിക്കേണ്ടി വന്നാലും യേശുവിനെ വിട്ട് ഞങ്ങൾ ഇനി പുറകോട്ടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമെടുത്തു. അന്ന് അത് കഴിഞ്ഞ് ഒരു 2 മാസത്തോളം ആ ഭവനത്തിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയതിനു ശേഷം 2 മാസത്തോളം ആ ഭവനത്തിൽ പാർത്തു. അതിനുശേഷം ഞങ്ങൾ മറ്റൊരു വാടക വീടെടുത്ത്
മാറി താമസിക്കുവാനായിട്ട് തുടങ്ങി. തുടങ്ങിക്കഴിഞ്ഞപ്പോ ജ്യേഷ്ഠൻ അവിടെ വന്നു, ഇപ്പം പ്രശ്നം ഉണ്ടാക്കി, ഇനിമേലിൽ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കടന്നുപോയി. അങ്ങനെ അവിടെ നിന്ന് കടന്നുപോയതിനു ശേഷം കുറച്ച് നാള് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. എന്നാൽ പിന്നത്തേതില് താന് അവിടെ അതിനു മുമ്പ് മറ്റൊരു സംഭവം കൂടെ ഉണ്ടായത്, താന് കോട്ടയത്തൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ആ കൺവെൻഷന്റെ നോട്ടീസ് വിതരണം അവിടേക്ക് നടക്കുമ്പോൾ ജ്യേഷ്ഠൻ അതിലെ കടന്നുപോയ സമയത്ത് ജ്യേഷ്ഠനും നോട്ടീസ് കൊടുത്തപ്പോ നോട്ടീസ് കൊടുത്ത ആളുകളെ ജ്യേഷ്ഠൻ കോട്ടയത്ത് ടൗണിലിട്ട് തട്ടി. കാരണം പെന്തക്കോസ്തുകാരായിരിക്കുന്ന എല്ലാവരോടും ഈ വിരോധം ഉള്ളത് കൊണ്ട് ആ നോട്ടീസ് കൊടുത്ത ആളുകളെ കോട്ടയം ടൗണിൽ വെച്ച് തല്ലിക്കഴിഞ്ഞപ്പോ അവിടെ 2 പോലീസുകാര്, അവർ യൂണിഫോമിലല്ലായിരുന്നു, അവർ മഫ്തിയിലായിരുന്നു. അവര് കയറി ജ്യേഷ്ഠനെ കയറി പിടിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാണ് അവരെ തല്ലിയെന്ന് ചോദിച്ചു. അപ്പം ഈ നോട്ടീസ് കൊടുത്ത ആളുകളുടെ കൂട്ടത്തിലുള്ളവരാണ് ഇവരും എന്ന് കരുതി പോലീസുകാരെയും തല്ലി. അപ്പോ പോലീസുകാരെയും തല്ലിക്കഴിഞ്ഞപ്പോ ഉടനെ തന്നെ പോലീസ് ജീപ്പ് വന്നു. ജ്യേഷ്ഠനെ പിടിച്ച് ജീപ്പിനകത്തിട്ട് സ്റ്റേഷനിൽ കൊടുത്തു. അന്ന് സ്റ്റേഷനിലിട്ട് ഒരുപാട് തന്നെ ഉപദ്രവിച്ചു, ഒരുപാട് തന്നെ പോലീസുകാരെ തല്ലി. അന്ന് രാത്രിയില് BJP-ക്കാരൊക്കെ അറിഞ്ഞ് അന്ന് രാത്രിയിൽ തന്നെ അവിടെ നിന്ന് ഇറക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രിയിൽ ഞങ്ങൾ അന്ന് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വന്ന്, നിങ്ങൾ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചല്ലേ, അവനെ തല്ലിച്ചു അല്ലേ എന്നൊക്കെ വന്ന് ചോദിച്ചു. അപ്പോ വാസ്തവത്തില് ഞങ്ങൾ ആ സമയത്ത് ഇങ്ങനൊരു സംഭവം നടന്നത് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളിത് അറിയാതെയാണ് ജ്യേഷ്ഠൻ ഇയാൾ വന്ന് ഞങ്ങളോട് പറയുന്നത്. അപ്പോ പിറ്റേ ദിവസം രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോ ഹോസ്പിറ്റലില് ഇങ്ങനെ മർദ്ദനമേറ്റ് കിടക്കുന്ന ഫോട്ടോ സഹിതം വാർത്ത വന്നു. അപ്പൊ അന്ന് പല പത്രങ്ങളിലും ആ വാർത്ത വന്നത് ഇത് ഞങ്ങൾ ജയിച്ചതാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പലതും വന്നത്. അപ്പോ അങ്ങനെ അതിനുശേഷം ഈ അന്ന് രാത്രിയില് ഞങ്ങൾ താമസിക്കുന്ന ആ ദേശത്ത്, കോട്ടയത്ത്, ഇവിടെ അവർ ഹർത്താൽ ആചരിച്ചു. ഹർത്താൽ നടത്തി. അതിനുശേഷം പ്രതിഷേധ പ്രകടനമായിട്ട് ഞങ്ങളന്ന് പാർക്കുന്ന ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നു. അവിടെ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഞങ്ങളെ കൊല്ലുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവിടെ വന്ന് ഒരുപാട് ഭീഷണികളൊക്കെ മുഴക്കി. അമ്മയും പപ്പായൊക്കെ ഒരുപാട് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് അവർ എന്നെ അന്വേഷിച്ചു, എന്നെ തല്ലുമെന്നൊക്കെ പറഞ്ഞ് എന്നെ അന്വേഷിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു, ഞാൻ അന്ന് ആ സമയത്ത് ചർച്ചിലായിരുന്നു. അങ്ങനെ ഇവര് പിരിയുന്ന സമയത്താണ് ഞാൻ ചർച്ചിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത്. എന്നാൽ ഒരു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും അതിനോട് അടുത്ത് വരികയില്ലെന്ന് പറയുന്നത് പോലെ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന് ദൈവവചനം പോലെ തന്നെ ദൈവം അവിടെ സംരക്ഷിക്കുവാനായിട്ടിടയായിട്ടു. അവര് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ കണ്ണിൽ പെടാതെ, അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ സംരക്ഷിച്ച് ദൈവം ഭവനത്തിൽ എത്തിക്കുവാനിടയായിട്ടു. വളരെ കുറച്ച് നാളുകൾ ഞങ്ങൾക്ക് അതുപോലെ പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. കാരണം ഒരു സമൂഹം മുഴുവൻ ഞങ്ങൾക്കെതിരായി മാറി. കാരണം ഇത് ഞങ്ങൾ ജയിച്ചതാണ് എന്നുള്ളതായ ഒരു ചിന്ത എല്ലാവരുടെയും ഉള്ളിൽ വന്നു. എന്നാൽ അവിടെ എല്ലാം നിൽപ്പാൻ കർത്താവ് കൃപ നൽകി. കർത്താവിന്റെ കൃപയാൽ നിൽക്കുന്നു എന്നേ പറയാനുള്ളൂ. അവിടെ എല്ലാം കർത്താവിന്റെ ആ സ്നേഹം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവി എന്ന് ദൈവവചനം പോലെ തന്നെ രുചിച്ചറിയുവാൻ പലപ്പോഴും കർത്താവ് കൃപ നൽകുവാനായിട്ടിടയായിട്ട്. അതിനുശേഷം മറ്റ് ജ്യേഷ്ഠനുമായിട്ട് പിന്നീട് അവിടെ വരികയോ ഒന്നുമില്ലാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് ജ്യേഷ്ഠന്റെ വിവാഹാലോചന ഞങ്ങളെ കൂടാതെ ഒക്കെ നടത്താനൊക്കെ പലതും ആലോചിച്ചു. എന്നാൽ ആ സമയത്ത് വിവാഹമൊന്നും ശരിയായില്ല. അതിനുശേഷം ഞങ്ങളുടെ അടുക്കൽ അമ്മയുടെ പടയടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളും കൂടെ നടത്തി തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിവാഹം ആലോചിക്കുകയും അങ്ങനെ കുമരകത്ത് നിന്ന് ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചു. അതിനുശേഷം ഭവനത്തില് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അടുത്ത് കടന്നു വരികയും സഹകരിക്കാനും ഒക്കെ തുടങ്ങി. ആ സമയത്ത്
ഞാൻ ഒരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആ ജോലി വിട്ട് ചെങ്ങന്നൂരുള്ളതായ മുളക്കുഴയിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ബൈബിൾ കോളേജിൽ, അവിടെ മൗണ്ട് സിയോൺ ബൈബിൾ കോളേജിൽ പഠനത്തിനായി കടന്നുപോയി. അവിടെ അങ്ങനെ ബൈബിൾ കോളേജ് പഠനം പൂർത്തീകരിച്ചു. ആ സമയത്ത് ഞാൻ എഴുപിന്ന എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലുള്ളതായ എഴുപിന്ന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കർത്താവിന്റെ വേലയ്ക്കായി കടന്നു പോകുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആ സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ റാന്നിയിൽ നിന്ന് ദീപ എന്ന് പറയുന്ന സഹോദരിയെ ഞാൻ വിവാഹം കഴിച്ചു. അങ്ങനെ ഞങ്ങളെ കുടുംബമായിട്ട് എഴുപന്ന എന്ന് പറയുന്ന ദേശത്ത് പാർത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് അങ്ങനെ അവിടെ ആയിരിക്കുന്ന സമയത്താണ് ജ്യേഷ്ഠൻ അപ്പോഴേക്കും തനിക്ക് ഒത്തിരി മാറ്റം വന്നു. ഞങ്ങളോടൊക്കെ അടുത്ത് കടന്നു വരികയും ഞങ്ങളോടൊപ്പം താമസിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ജ്യേഷ്ഠന് ഒരു കുഞ്ഞ് ഉണ്ടായി. ആശിഷ്, അവന് ഏകദേശം 4.5 വയസ്സൊക്കെ ആയപ്പോൾ ജ്യേഷ്ഠന് രണ്ടാമതൊരു കുഞ്ഞുമുണ്ടായി, ആദർശ്. അപ്പോ അവന് ജ്യേഷ്ഠന് 2 കുഞ്ഞുങ്ങളായി. അതുപോലെ തന്നെ എനിക്ക് ആ സമയത്ത് ഒരു കുഞ്ഞും ജോയല് ഉണ്ടായി. അങ്ങനെ ഞങ്ങള് സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ അപ്പോഴും മദ്യപാനമുണ്ട്. തനിക്ക് മദ്യപാനം നിർത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് തനിക്ക് പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങൾ എഴുപന്നേൽ കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് താൻ അവിടെ കടന്നു വരികയും അവിടെ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, മദ്യപാനമൊക്കെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. നീ എന്നെ സ്നാനപ്പെടുത്തണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് അതിന് ഒരു 3 മാസം സമയം ചോദിച്ചു. 3 മാസം സമയം ചോദിച്ച് താൻ അവിടെ നിന്ന് കടന്നു പോന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ എഴുപതിൽ നിന്ന് കോട്ടയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന പഴയ വീട് ഇവിടെ വസ്തുഭാഗം വെച്ച് ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണെങ്കിലും പിന്നത്തെ ഇതിൽ പപ്പയുടെ അമ്മയുടെ പേരിൽ കിടന്ന വസ്തു അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം ജ്യേഷ്ഠന് അതിൽ നിന്ന് ജ്യേഷ്ഠന്റെ വീതം കൊടുത്ത് അങ്ങനെ ജ്യേഷ്ഠൻ അവിടെ ഒരു വീട് വെച്ചു. അങ്ങനെ ജ്യേഷ്ഠൻ ഒരു വീട് വെച്ച് അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന സമയത്ത് മുൻവശത്തുള്ള പഴയ വീട് പൊളിച്ച് അവിടെ ഞങ്ങൾക്ക് ഒരു പുതിയ ഭവനം പണിയുവാനുള്ള പണികൾ ആരംഭിച്ചു. അങ്ങനെ പണികൾ നടക്കുന്ന സമയത്താണ്, പകുതിയോളം ആയ സമയത്താണ് ഞങ്ങള് ജ്യേഷ്ഠന് ഈ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും. അതിനുശേഷം 3 മാസം ആയപ്പോൾ ഞങ്ങള് കോട്ടയത്തെ വീട്ടിലേക്ക് ഞങ്ങൾ ജ്യേഷ്ഠൻ താമസിക്കുന്ന വീട്ടിലോട്ട് കടന്നു വരുന്നത്. അങ്ങനെ അവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോ ജ്യേഷ്ഠൻ എന്നോട് ചോദിച്ചു, 3 മാസം ആയോ എന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ പറഞ്ഞു 3 മാസമായി. അന്നേരം ജ്യേഷ്ഠൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോ അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങള് തിരിച്ച് എഴുപതിലേക്ക് കടന്നുപോയി. ആ ആഴ്ചയില് താന് ഒരു തനിക്ക് ഒരു ദുരന്തമുണ്ടായി, ഒരു അപകടം ഉണ്ടായി. ആ അപകടത്തില് താൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. ആ സമയത്ത് ജ്യേഷ്ഠന് 5 വയസ്സുള്ള കുഞ്ഞും 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴ് എന്നോടൊപ്പം ഇരുന്ന് പാട്ടുപാടിയ കുഞ്ഞുങ്ങൾ ഒന്ന് എൻ്റെ മൂത്ത മോൻ ജോയൽ, അതുപോലെ തന്നെ ജ്യേഷ്ഠന്റെ ഇളയ മകൻ ആദർശമാണ് ഇപ്പോൾ പാട്ട് പാടാനുണ്ടായിരുന്നത്. ഇപ്പോ മൂത്ത മകൻ ആശിഷ് ഇപ്പോൾ ബാംഗ്ലൂര് നേഴ്സിംഗ് 1ാം വർഷം പഠിക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് എനിക്ക് രണ്ടാമത് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി. മോളാണ്, ജോവാൻ. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കും. അങ്ങനെ ഞങ്ങള് എഴുപതിൽ നിന്ന് അതിനുശേഷം ജ്യേഷ്ഠന്റെ മരണശേഷം ഞങ്ങൾ ഭവനത്തിൽ വരികയും അതിനുശേഷം ഞങ്ങള് ചെങ്ങന്നൂര് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെങ്ങന്നൂര് പുത്തങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കർത്താവിന്റെ വേലയിലായിരുന്നു. അവിടെ വെച്ചാണ് അവിടുന്നാണ് പിന്നീട് ഞങ്ങള് കോട്ടയത്ത് ആ സമയത്ത് വീടിന്റെ പണി പൂർത്തീകരിച്ചു. ജ്യേഷ്ഠനും അമ്മയും പപ്പായും ജ്യേഷ്ഠത്തിയും
കുഞ്ഞുങ്ങളും ആയിട്ട് ഇവിടെ ഒരുമിച്ച് പാർക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങള് ചെങ്ങന്നൂരായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും, വൈഫിനും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ചിക്കൻ ബോക്സ് ബാധിച്ചു. ഞങ്ങൾ അങ്ങനെ കോട്ടയത്ത് വന്ന് നിന്നു. അങ്ങനെ കോട്ടയത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് അത് ചിക്കൻ ബോക്സ് മാറി സൗഖ്യമായ സമയത്താണ് കോട്ടയത്ത് ഒരു പ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് ഇടയായി ചേർന്നത്. ഇന്ന് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് കോട്ടയത്തുള്ളതായ വീടിന്റെ മുകളിൽ ഒരു പ്രയർ ഹോള് പണിയുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഇവിടെ ഞങ്ങള് തല്ലുകൊണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോയ ദേശത്തേക്ക് ദൈവം ഞങ്ങളെ മടക്കി കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ വാനം പണിത് പാർക്കുവാനും അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രയർ ഹോൾ പണിയുവാനും ഇവിടെ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്യുവാനും കർത്താവ് കൃപ നൽകി. ദേശത്തു നിന്ന് അനേക പ്രിയപ്പെട്ടവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇവിടെ ഒരു അനേകരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകി. പ്രകാരം ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2019 സമയത്താണല്ലോ കോവിഡ് ആരംഭിക്കുന്നത്. അതിനു മുമ്പായിട്ട് 2017-18 വർഷങ്ങളിൽ അവന്റെ വേലയ്ക്ക് പഞ്ചാബിൽ ചില ദിവസങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുവാനായിട്ട് ആദ്യത്തെ പ്രാവശ്യം ഞാനും മറ്റൊരു ബ്രദറുമായിട്ട് പഞ്ചാബിലേക്ക് കടന്നു പോവുകയും അവിടെ കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് കുറച്ച് ദിവസങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുവാൻ കർത്താവ് കൃപ നൽകി. അതിനുശേഷം 2018 അവിടെ ഞാൻ കുടുംബമായിട്ട് കടന്നു പോകുവാനും അവിടെ ചെന്ന് കർത്താവിന്റെ വേല ചെയ്യുവാനും എല്ലാം കർത്താവ് കൃപ നൽകി. അവിടെ പത്താൻകോട്ട PG വർഗീസ് അങ്കിളിന്റെ അവിടുത്തെ ആ ചർച്ചിലെ പത്താൻകോട്ട ചർച്ചിലും അവിടെ EJ ജോൺ എന്ന് പറയുന്ന കർത്താദാസൻ ദീർഘവർഷങ്ങളായി അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്ന് വരികയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ദൈവദാസനാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ വിളിക്കുകയും അവിടെ കടന്നു പോകുവാനും അവിടെ ശുശ്രൂഷിപ്പാനും എല്ലാം കർത്താവ് കൃപ നൽകി. അതിനുശേഷം കോട്ടയത്തെ പ്രവർത്തനവും നടക്കുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് കോവിഡ് ആരംഭിക്കുന്നത്. അങ്ങനെ കോവിഡ് ആയ സമയത്ത് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയി, ആർക്കും പുറത്തിറങ്ങാൻ വയ്യ, ആരും പുറത്തിറങ്ങരുത് എന്നുള്ളതായ ആഹ്വാനം നൽകപ്പെട്ടിരിക്കുന്നു. ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ സാഹചര്യത്തിൽ ദൈവം ഒരു നിയോഗം നൽകുവാനിടയായി കോവിഡ് ബാധിച്ചതായ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. ആ സമയത്ത് ആരും പുറത്തിറങ്ങാതിരുന്ന ആ സമയത്ത് ഞാന് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവിടുത്തെ ഉള്ള പെർമിഷനോടെ, അവിടെ സർക്കാരിന്റെ പെർമിഷനോടുകൂടെ വാഹനം ഇറക്കാനും യാത്ര ചെയ്യുവാനും രോഗികളെ സന്ദർശിക്കുവാനും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാനും ഒക്കെയുള്ളതായ ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് തുടങ്ങി. അന്ന് കോവിഡിന്റെ വാക്സിനൊന്നും ആയിട്ടില്ല. കോവിഡ് വന്ന ആ സമയമാണ്. അപ്പോ ഈ വാക്സിനൊന്നും എടുക്കാതെ തന്നെ കുറച്ച് നാളുകൾ ഒരു പ്രവർത്തനം ചെയ്യുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ആ സമയത്ത് ചില ആളുകൾ ആ സമയത്ത് പലരോടും സുവിശേഷം പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ കൃപ നൽകി. നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ ആ സമയത്ത് കോവിഡ് ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് താന് മരണപ്പെടുവാനായിട്ടിടയായി തീർന്നു. കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് കൊണ്ട് അന്ന് ആ ഡെഡ് ബോഡി ഏറ്റെടുക്കാൻ പോലും ആരും ഇല്ലാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ചില ദൈവദാസന്മാർ, ഞാൻ കോട്ടയത്തായതുകൊണ്ട് എന്നെ വിളിച്ചു പറയുകയും വിദേശത്തു നിന്ന് ഉള്ളതായ പ്രാർത്ഥനാ സംഗമം എന്ന കൂട്ടായ്മ നടത്തുന്നതായ കർത്താവദാസൻ ഈ ഡെഡ് ബോഡി എന്ന് ഏറ്റെടുത്ത് ജോസ് വെയ്ങ്ങൂർ പാസ്റ്റർ ദാനം ഓർപ്പിക്കുവാനിടയായി. അതുപോലെ തന്നെ മിഡ് നൈറ്റ് പ്രയർ എന്ന് പറയുന്ന രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന മിഷണറി ആയിരിക്കുന്ന തങ്കച്ചാൻ, അതുപോലെ ടീമിലുള്ള ദേവദാസന്മാർ അവരൊക്കെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഈ ഡെഡ് ബോഡി ഒന്ന് അടക്കം ചെയ്യാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന്.
അങ്ങനെ ആ ഒരു ദൗത്യവും ഏറ്റെടുത്ത് ഞങ്ങളൊക്കെ അന്ന് ഞാനും കോട്ടയത്തുള്ളതായ ആത്മപകർച്ച എന്ന് പറയുന്ന ടീമിലെ ദൈവദാസന്മാരും ഒക്കെ ചേർന്ന് PPE കിറ്റൊക്കെ ഇട്ട് ഞങ്ങള് അന്ന് ഡെഡ് ബോഡി ഏറ്റെടുത്ത് ശുശ്രൂഷകൾ ചെയ്ത് അടക്കം ചെയ്യുവാനായിട്ട് കർത്താവ് കൃപ നൽകി. ആ സമയത്ത് ഇതുപോലെ PPE കിറ്റൊക്കെ ഇട്ട് അനേക രോഗികളെ കൊണ്ട് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആ സമയത്തും പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ അതിനുശേഷം എനിക്കും കോവിഡ് ബാധിച്ച കുറച്ച് ദിവസങ്ങളൊക്കെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും അതിനെയും അതിജീവിച്ചു പോകുവാൻ കർത്താവിന്റെ കൃപ നൽകി. അവിടെയും ദൈവത്തിന്റെ വലിയ കരുണയും കൃപയും ദൈവം വെളിപ്പെടുത്തി. അതിനുശേഷം 2021 ആ വർഷങ്ങളിൽ ഈ കോവിഡിൻ്റെതായ പ്രതിസന്ധികളിലൂടെയൊക്കെ എല്ലാവരും കടന്നുപോയൊരു സമയങ്ങളാണ്. എങ്കിലും അവിടെയും ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവം ഞങ്ങളെയും നടത്തി, ദൈവം ഞങ്ങളെയും പരിപാലിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2021 മറ്റൊരു പ്രോഗ്രാം ചെയ്തത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് എല്ലായിടത്തും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സമയമാണ്. അന്ന് ക്ലീൻ ദ സിറ്റി എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തുവാനായിട്ടിടയായി. അന്ന് കർത്താവിന്റെ ദാസൻ അനു ജേക്കബ് എന്ന് പറയുന്ന ദേവദാസൻ ഇങ്ങനെ ഒരു ടീം മുന്നോട്ട് കൊണ്ടുവന്നു. അന്ന് ആ ഒരു ദിവസം പലയിടങ്ങളിലും അന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു. എന്നാൽ അന്ന് ഞങ്ങളും അതുപോലെ അന്നൊരു ദിവസം അങ്ങനെ പ്രോഗ്രാം ചെയ്തെങ്കിലും അത് പിന്നത്തേതിൽ അത് കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ചെയ്യുവാനായിട്ട് ദേശം മലിനം ആകാതെ ശുചീകരിക്കപ്പെടണം എന്നുള്ളതായ എല്ലാവരും അത് വ്യക്തിപരമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ദേശം ശുചീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതായ നിലയിൽ മാത്രമല്ല, ശുചീകരണം പുറമേ മാത്രമല്ല ആന്തരികമായും ശുചീകരണം നടക്കണം. ഇപ്പോ ക്ലീൻ ദ സിറ്റി എന്നുള്ള ആ ഒരു തീമിലൂടെ ക്ലീൻ ദ ഹാർട്ട്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ള നിലയിലേക്ക് പ്രവർത്തിക്കുവാനും അനേക ആളുകളിലേക്ക് അതുവഴി ഇറങ്ങി ചെല്ലുവാനും അനേകരോട് സുവിശേഷം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിലൂടെ കാണിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി. അങ്ങനെ അനേകരിലേക്ക് കർത്താവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനും കർത്താവിന്റെ വചനത്തെ എത്തിക്കുവാനും കർത്താവ് കൃപ നൽകി. അങ്ങനെ ഞങ്ങളിപ്പോൾ കോട്ടയത്ത് ഇവിടെ ആയിരിക്കുന്നു. കോട്ടയത്ത് ഞങ്ങളുടെ ഭവനത്തില് ഇവിടെ പാർത്തുകൊണ്ട് അപ്പോൾ തന്നെ ഇവിടെ ഒരു കൂട്ടായ്മ നടക്കുന്നു. അപ്പോ കോവിഡിന്റെ ആ ഒരു സമയങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ അതിന്റെ നടുവിലും ദൈവം നിലനിർത്തി. എപ്പോഴും ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ നടത്തുന്നു. മാതാവുണ്ട്. ആരോഗ്യപരമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്പം ശാരീരിക ക്ലേശങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എങ്കിലും ദൈവം അതിൽ നിന്നും ജീവിച്ചു ബലപ്പെടുത്തി ദൈവം നടത്തുന്നു. പിതാവുണ്ട്. പിതാവിനും അല്പം ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കഴിഞ്ഞ ചില ദിവസങ്ങൾ കടന്നുപോയെങ്കിലും ദൈവം അതിൽ നിന്നും വിടുതൽ നൽകി ദൈവം ബലത്തോടെ നടത്തുന്നു. അതുപോലെ തന്നെ വൈഫിന്റെ പിതാവ് 2 വർഷങ്ങൾക്ക് മുമ്പ് താൻ മരണപ്പെട്ടു. പിന്നീട് മാതാവുണ്ട്. മദറിലോ താൻ ഇപ്പോൾ ഒരു അല്പം ശാരീരിക ക്ലേശമായിട്ട് താൻ ഒറ്റയ്ക്കായിരുന്നു ഭവനത്തിലായിരുന്നത്. അപ്പോ അല്പം ക്ലേശമായിട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങളോടൊപ്പം ഇവിടെ കോട്ടയത്ത് ഞങ്ങളോടൊപ്പം പാർക്കുന്നു. അങ്ങനെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും കുഞ്ഞുങ്ങളും അതുപോലെ മാതാവ് പിതാവ് കുഞ്ഞുങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാനിപ്പോ എല്ലാവരോടും പറയുന്നത് 4 കുഞ്ഞുങ്ങളുണ്ടെന്നാണ്. അതുകൊണ്ട് 4 മക്കളും ക്ഷേമമായിട്ടിരിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്തും അവരുടെ ആത്മീയ വളർച്ചയെ ഓർത്തും എല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനും അവന്റെ ദാസനോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞ സഹോദരി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ജ്യേഷ്ഠത്തെ ഞാൻ അത് പറയുവാനായിട്ട് വിട്ടുപോയി. ജ്യേഷ്ഠന്റെ മരണശേഷം ഞങ്ങള് എഴുപന്നേല് കർത്താവിന്റെ വേലയിലായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് അമ്മയും പപ്പായുമാണ് ജ്യേഷ്ഠത്തിയെ കെയർ ചെയ്തത്. കർത്താവിന്റെ ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും
അവരിലൂടെ ജ്യേഷ്ഠത്തി മനസ്സിലാക്കി. അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിലേക്ക് താനും കടന്നു വരുവാനും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും ജ്യേഷ്ഠത്തി ജലത്തിൽ സ്നാനം സ്വീകരിപ്പാനും കർത്താവ് കൃപ നൽകി. അങ്ങനെ ജ്യേഷ്ഠത്തി വിശ്വാസത്തിലേക്ക് വന്നു. ഇന്ന് താനും വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. അതുപോലെ മൂത്ത കുഞ്ഞ് അവനും സ്നാനപ്പെട്ടു. ഇന്ന് ഒരു സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറുവാൻ കർത്താവ് സഹായിച്ചു. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹകരമായി പോകുന്നുവല്ലോ അല്ലേ? അതെ, അവിടുത്തെ പ്രവർത്തനം അനുഗ്രഹമായിട്ട്. സെൽഫായിട്ട് സ്വന്തമായിട്ടാണ് നിൽക്കുന്നത്? അല്ല, ഈ ചർച്ച ബോർഡിനോട് ബന്ധപ്പെട്ട. അപ്പൊ നമ്മുടെ വീടിന്റെ മേളിൽ നമുക്ക് അങ്ങനെ ഹോള് പണിത് അങ്ങനെ സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുമല്ലേ? ഇത് നമ്മള് ചർച്ചായിട്ടല്ല പണിതേക്കുന്നത്. വീടിന്റെ മുകളില് ഒരു റൂമും കിച്ചണും പണിതിട്ട് അതിന്റെ ബാക്കിയുള്ള ഏരിയ ഒരു 80 പേർക്ക് ഇരിക്കാവുന്ന സ്പേസിൽ ഒരു ഹോളായിട്ട് ഇട്ടേക്കും. ഓക്കെ ആട്ടെ. കർത്താവ് പട്ടണത്തിന് നടുവില്, നിന്ദിക്കപ്പെട്ടവരുടെ നടുവില് ഉയർത്തി മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവം, ആ ദൈവത്തെ കുടുംബമായി പിൻപറ്റുവാനൊക്കെ കർത്താവ് സന്ദർഭങ്ങളും സാവകാശങ്ങളും ഒരുക്കിയല്ലോ. പിന്നെയും കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും എല്ലാവരെയും ആ പട്ടണത്തിൽ കർത്തനാമത്തിനു വേണ്ടി ശോഭിക്കുവാൻ ദൈവം അവിടുന്ന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിനെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കണ്ണടയ്ക്കാം. ഒരു വാക്ക് കർത്തദാസൻ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ചാനലിലൂടെ ആമേൻ കർത്താവേ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ക്രിസ്തുവിൽ ഉറപ്പിക്കുമാറാകണമേ, ക്രിസ്തുവിൽ നിലനിർത്തുമാറാകണമേ. കർത്താവെ, എല്ലാ നന്മകളാലും സ്വർഗം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഭാരത്തിലും പ്രയാസത്തിലും നിരാശയിലുമായിരിക്കുന്നവരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കും. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവസരം ഒരുക്കിയ പ്രിയ കർത്തദാസനോടുള്ള പ്രത്യേകമായ അമ്മയെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അതിന്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കുകയും വിശാലതയിലേക്ക് വരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് തിരുനാമം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ധനപ്രാർത്ഥന.